ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്ഷൻ മീറ്റിംഗ് എന്നാൽ എന്ത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ മീറ്റിംഗ് എവിടെ വെച്ച് നടത്തപ്പെടുന്നു, നിർബന്ധമായി ഇതിന് പങ്കെടുക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഡക്ഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇഗ്നോയുടെ ഫ്രഷ് അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും അഡ്മിഷൻ കൺഫർമേഷൻ ആയതിനു ശേഷം ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇൻഡക്ഷൻ മീറ്റിംഗ് അഥവാ ഓറിയന്റേഷൻ ക്ലാസ്. ഈ ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഇഗ്നോയെ കുറിച്ചും ഇഗ്നോയുടെ ഇവാലുവേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ എക്സാംസ്, അതുപോലെ അസൈൻമെന്റ് സപ്പോർട്ട്, അസൈൻമെന്റ്, അതുപോലെ നിങ്ങളുടെ സിലബസ്, അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതുപോലെ ഓൺലൈൻ ടെക്സ്റ്റ് ബുക്കുകൾ എവിടെ നിന്ന് നമുക്ക് സിലബസ് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, ക്ലാസ്സുകൾ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന, നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ക്ലാസ് ആണ് ഇൻഡക്ഷൻ മീറ്റിംഗ്. ഈ ക്ലാസ്സുകൾ നമ്മൾ പ്രധാനമായും നടത്തപ്പെടുന്ന സ്റ്റഡി സെന്റേഴ്സ് വഴിയാണ്. സ്റ്റഡി സെന്റേഴ്സ് വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഡക്ഷൻ മീറ്റിംഗ് നടത്തപ്പെടുന്നത്. ആദ്യമൊക്കെ ഓൺലൈൻ ത്രൂ റീജിയൻ സെന്ററിന്റെ അണ്ടറിൽ വെച്ച് നടത്തപ്പെടാറുണ്ടെങ്കിലും ഇപ്പോൾ മുഴുവനായിട്ടും ഇൻഡക്ഷൻ മീറ്റിങ്ങുകൾ സ്റ്റഡി സെന്ററിന്റെ അണ്ടറിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടാണ് ഇത് നടത്തപ്പെടുക. അപ്പൊ നിർബന്ധമായും ഈ ഒരു ഇൻഡക്ഷൻ മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ടോ? നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു ഇൻഡക്ഷൻ മീറ്റിംഗിന് പങ്കെടുക്കേണ്ടതില്ല. ഇതിനൊരു അറ്റൻഡൻസോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് എൻ്റെ ഉത്തരം. കാരണം നിങ്ങൾക്ക് ഇതിന് ഈ ഒരു ഇൻഡക്ഷൻ മീറ്റിംഗിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവും, ബോധം ഉണ്ടാവും, അതുപോലെ അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ ക്ലാസ് മാത്രമാണ് ഇൻഡക്ഷൻ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നിർബന്ധമായും പങ്കെടുക്കേണ്ടതില്ല, എന്നാൽ പങ്കെടുക്കേണ്ടതാണ് ഏറ്റവും നല്ലത് പങ്കെടുക്കേണ്ടതാണ്. ഇനി ഈ ഒരാൾക്ക് ഇതിന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പങ്കെടുക്കേണ്ട ആവശ്യവുമില്ല. സാധിക്കാത്ത ഒരാൾക്ക് നിർബന്ധമായിട്ടും പങ്കെടുക്കണോ എന്ന് ചോദിച്ചാൽ പങ്കെടുക്കേണ്ടതില്ല, പക്ഷെ പങ്കെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോ ഇതിന് നിങ്ങളുടെ കോഴ്സിനെ ബാധിക്കുമോ? നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കോഴ്സിനെ ബാധിക്കുമോ, നിങ്ങളുടെ എക്സാമിനെ ബാധിക്കുമോ? ഇല്ല, ഒരിക്കലും. ഏത് കോഴ്സിനെയോ നിങ്ങളുടെ എക്സാമിനെയോ ഒരിക്കലും ഇൻഡക്ഷൻ മീറ്റിംഗിൽ പങ്കെടുത്തത് കൊണ്ടോ പങ്കെടുക്കാഞ്ഞത് കൊണ്ടോ നിങ്ങളുടെ കോഴ്സിനെയോ എക്സാമിനെയോ അതൊരിക്കലും ബാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളവരും അതുപോലെ തന്നെ സ്റ്റഡി സെന്റേഴ്സിൽ എത്തിപ്പെടാൻ സാധിക്കുന്നവരും നിങ്ങളുടെ ഇൻഡക്ഷൻ മീറ്റിംഗിൽ പങ്കെടുക്കുക, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയുക. ഇൻ കേസ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സിനെയോ എക്സാമിനെയോ ഇതൊരു തരത്തിലും ബാധിക്കുന്നതല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഇഗ്നോയുടെ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. താങ്ക് യു.